ബാക്ക് വിത്ത് പുതിയൊരു വീഡിയോ. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ലൈറ്റ് റൂം. സോ ഐശ്വര്യമായിട്ട് നമുക്ക് ലൈറ്റ് റൂമിൻ്റെ ബേസിക്സിൽ തന്നെ തുടങ്ങാം. അപ്പോൾ എന്താണ് ലൈറ്റ് റൂം? ലൈറ്റ് റൂം എന്നാൽ ലൈറ്റ് ഇട്ട റൂമാണോ എന്ന് ചോദിച്ച ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. സോ ബേസിക്കലി ലൈറ്റ് റൂം ഉപയോഗിക്കുന്ന ഫോട്ടോസിനെ കളർ ഗ്രേഡ് ചെയ്യാനാണ്. സോ എൻ്റെ ഡിഫറൻറ്റ് ഉണ്ട് നമ്മുടെ ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും. എനിവേ അഡോബി ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂം എന്നാണ് നമ്മുടെ മൊബൈലിലേക്കുള്ള ആപ്പിൻ്റെ പേര്. സോ ഫോട്ടോഷോപ്പിൽ മൊത്തത്തിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറെ ലെവലിലേക്ക് എത്തിക്കുക ഫോട്ടോയെ. ബട്ട് സോ ലൈറ്റ് റൂമിൽ ആ കളികളൊന്നും നടക്കില്ല. നമുക്ക് പ്രൊഫഷണലായിട്ട് ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ച് അവൻ്റെ ഫോട്ടോസൊക്കെ പെട്ടെന്ന് ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സാധനമാണ് നമ്മുടെ ലൈറ്റ് റൂം. അപ്പോൾ തുടങ്ങാം. യെസ്, അപ്പോൾ നമ്മുടെ ലൈറ്റ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോ വന്നത്. ശരിക്ക് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സൈനിങ് വിൻഡോ വരും. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് വെച്ചിട്ടോ ഗൂഗിൾ വെച്ചിട്ടോ ആൻഡ് അഡോബി ക്രിയേറ്റീവ് ക്ലൗഡ് ഐ ഡി വെച്ചിട്ടോ സൈൻ ചെയ്യാം. ഞാനിപ്പോൾ മെയിൽ വെച്ചിട്ടൊന്ന് സൈൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോ. പിന്നെ താഴത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ക് വന്ന് താഴത്ത് നോക്കുകയാണെങ്കിൽ ലൈബ്രറി എന്ന ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുക. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഷെയ്ഡ്, അതുപോലെ തന്നെ ഡിസ്കവർ. സോ ഈ 3 ഓപ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊന്ന് സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇപ്പോൾ ഇറങ്ങുന്ന ആൻഡ്രോയിഡ് വേർഷനിൽ, അതായത് ലൈറ്റ് റൂമിൻ്റെ ആൻഡ്രോയിഡ് വേർഷനിൽ സൈൻ ചെയ്യാതെ സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഉണ്ടോ തോന്നുന്നുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം പുതിയ മാറ്റങ്ങൾ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു iOS വേർഷനാണ്. അപ്പോൾ കുറച്ച് ഓൾഡാണ്, ഞാൻ അതൊരു അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിവേ നമുക്ക് ആ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും വേണ്ട. നേരെ നമ്മുടെ ലൈബ്രറിയിലേക്ക് വരിക. ലൈബ്രറിയിലാണ് ബാക്കി നമ്മുടെ ഫോട്ടോ ഇട്ട് ട്യൂൺ ചെയ്യുന്ന പരിപാടി. സോ ലൈബ്രറിയിലേക്ക് വരികയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് ബ്ലൂ നിറത്തിൽ 2 ബട്ടൺസ് കാണാൻ പറ്റും. ഒരു ഫോട്ടോയുടെ ബട്ടണും ഒരു ഫോട്ടോയുടെ ഐക്കൺ, അതുപോലെ തന്നെ ഒരു ക്യാമറയുടെ ഐക്കണും. സോ ക്യാമറയുടെ ഐക്കൺ ലൈറ്റ് റൂമിൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു ക്യാമറയാണ്. സോ ഒരു നെക്സ്റ്റ് ലെവൽ ഐറ്റം തന്നെ പറയാം. ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ വേണ്ട. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഓപ്ഷൻ കണ്ടില്ലേ? സോ ആ ഫോട്ടോ വെച്ചിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ക്യാമറ റോളിലാണോ അപ്പോൾ നമ്മുടെ ഫയലിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നെങ്കിലും നമുക്ക് ഏതാണ് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ, ഇപ്പോൾ ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ പറ്റുകയാണെങ്കിൽ വേറൊരു ഫോണിൽ ലൈറ്റ് റൂം തുറന്നു വയ്ക്കാം. ഞാൻ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ അതിലും കൂടെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലൈറ്റ് റൂമിനോടുള്ള അപ്രോച്ച് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ എനിവേ നമുക്കൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ ഫോട്ടോ ആഡ് ചെയ്താലാണ് ലൈറ്റ് റൂമിൻ്റെ ഗതി അങ്ങോട്ട് താനേ മാറും. കാരണം ഒരുപാട് ഓപ്ഷൻസ് വരും. താഴത്ത് ഒരുപാട് നമ്മുടെ എഡിറ്റിംഗ് ടൂൾസ് വരും. മുകളിൽ നമുക്ക് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുകളിലത്തെ ഓപ്ഷനുകൾ, അതായത് ടോപ്പ് ബാറിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഒരു ഐ ബട്ടൺ കാണുന്നുണ്ട്. അവിടെ നമുക്ക് എന്താണ് ലൈറ്റ് റൂം എബൌട്ടാണ് അത് ശരിക്കത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുകളിലേക്ക് ഒരു ആരോ ഇട്ടിട്ടൊരു സംഭവം ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു ഫോട്ടോ ഇപ്പോൾ ഇതിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിലേക്ക്, അതായത് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ അവിടെയാണ് ആ ഓപ്ഷൻസ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ, അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ഫോട്ടോ തന്നെ നമുക്ക് വേറെ ഫോർമാറ്റിലേക്കൊക്കെ ഇട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഷെയർ ടു ഇൻസ്റ്റാഗ്രാം ആൻഡ് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. സോ അത് അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അടുത്തൊരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. അത് നമ്മൾ പ്രീസെറ്റ് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക. അതിൽ തന്നെ ലൈറ്റ് റൂമിൻ്റെ ആപ്പിൻ്റെ വ്യൂ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. നമുക്ക് നേരെ നമ്മുടെ എഡിറ്റിങ്ങിലേക്ക് വരാം. അപ്പോൾ താഴത്തെ ടാബിലാണ് നമ്മുടെ ബാക്കി എഡിറ്റിംഗ് ടൂൾസ് മൊത്തം. ടൂൾസ് പരിചയപ്പെടാം. ഫസ്റ്റ് റോളിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് സെലക്റ്റീവ് ആൻഡ് ഹീലിംഗ് എന്ന് പറഞ്ഞ 2 ടൂൾസിൻ്റെ ഐക്കണിൽ നിങ്ങളൊരു ബ്ലൂ സ്റ്റാർ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ടൂള് പെയ്ഡ് ടൂളാണ്. കാരണം നമുക്ക് ക്യാഷ് കൊടുത്താൽ ആ ടൂൾസ് 2 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ആ 2 ഓപ്ഷൻസ് പറഞ്ഞാൽ കുറച്ച് പ്രീമിയം ഓപ്ഷൻസ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, സെലക്റ്റീവിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേഷനിലുള്ള ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഫോട്ടോയുടെ സെലക്റ്റീവ് പോർഷനിൽ മാത്രം നമുക്ക് ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് സെലക്റ്റീവ്. അതിന് നെക്സ്റ്റ് ഹീലിംഗിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ കാണിച്ച ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഫസ്റ്റ് ഫോട്ടോയിൽ ഒബ്ജക്റ്റ് ഉണ്ട്, രണ്ടാമത്തെ ഫോട്ടോയിൽ ഒബ്ജക്റ്റ് എറേസ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ 2 ടൂൾ ഉപയോഗിക്കാനാണ്. സോ നമ്മൾ ഹീലിംഗ് ടൂളിൻ്റെ പകരം നേരത്തെ നമ്മൾ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൽ പിക്സാർട്ടിൽ ക്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് റൈറ്റ് സൈഡിൽ പോപ്പപ്പ് ആണ്. സോ നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് അതിൻ്റെ ക്രോപ്പ് ടൂളാണ്. സോ ക്രോപ്പ് ടൂൾ ഇല്ലാത്ത ഫോട്ടോ എഡിറ്റർ ഉണ്ടോ? എൻ്റെ അറിവില്ല. അപ്പോൾ ജസ്റ്റ് ക്രോപ്പ് ടൂൾ. അപ്പോൾ ക്രോപ്പ് ടൂൾ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോട്ടോൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ടൂളുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആ ഫ്ലോയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോനെ എഡിറ്റ് ചെയ്തിട്ട് ഡാർക്ക് ടൂണാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് ടൂണിലേക്ക് മാറ്റാനുള്ള ഒരു ടിപ്പ് കൂടെ ഉണ്ടാവും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒന്ന് മാറ്റാം. കാരണം ഈ ഫോട്ടോ ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്തിട്ടൊരു ലെവലിലേക്ക് എത്തിച്ച സാധനമാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഒരു ഫ്രഷ് സാധനം, ഒരു റോ പിക്ചർ, ഫോണിലെടുത്ത് വെറും ഒരു റോ പിക്ചർ ഉപയോഗിക്കാം.
യെസ്, ഇത് മതി, ധാരാളം. നമ്മളെടുത്തൊരു ഫോട്ടോ തന്നെയാണ്, നല്ല ലൈറ്റ് കണ്ടീഷനിലെടുത്ത ഫോട്ടോ ആയതുകൊണ്ട് തന്നെ എറിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണ നിർബന്ധമാണ്, അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്തിട്ട് അടുത്തേക്ക് കൊണ്ടുവച്ചിട്ട് ഫിക്സ് ചെയ്യാം. ശേഷം നേരെ റിട്ടേൺ, നമുക്ക് നെക്സ്റ്റ് ടൂൾ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അടുത്തത് പ്രൊഫൈൽസ്. അപ്പോൾ പ്രൊഫൈൽസിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. നമ്മൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൽ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ലൈറ്റ് റൂമിലുള്ളത്. അപ്പോൾ ഓരോ എന്താ പറയുക സെക്ഷൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിൻറ്റേജ്, അതുപോലെ തന്നെ ബേസിക്, ആർട്ടിസ്റ്റിക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മോഡേൺ. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് എഡിറ്റ് ചെയ്യാൻ ഈ ലൈറ്റ് റൂമിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ടുള്ള ഈ പ്രൊഫൈൽസ് ഉപയോഗിക്കാനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. സോ എനിവേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ത്രില്ല്. അപ്പോൾ അതാണ് പ്രൊഫൈൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മളെ ടൂൾസ്, ഫോട്ടോയുടെ ട്യൂണിങ് സെക്ഷനിലേക്ക് വരാം. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഒരു സെക്ഷൻ ലൈനൊക്കെ ഇട്ടൊരു സെക്ഷൻ ആക്കിയത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഓട്ടോ എന്നുള്ളൊരു സംഭവം കാണാൻ പറ്റും. സോ ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എൻഹാൻസ് ആയിട്ട് വരും. ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് റൂമിൻ്റെ എൻഹാൻസ്മെൻറ്റ് ഒരു സംഭവം സെറ്റിങ്സ് ആണത്. അപ്പോൾ ചില ഫോട്ടോസ് നമ്മൾ ഓട്ടോയിൽ ഇട്ടാൽ വേറെ ഉണ്ടാവുക. അപ്പോൾ ചില ഫോട്ടോസ് നമ്മൾ ഓട്ടോയിൽ ഇട്ടാൽ നെക്സ്റ്റ് ലെവലാവാറുണ്ട്, ചിലത് നല്ല ബോറാവാറുണ്ട്. കാരണം കുറച്ച് എച്ച് ഡി ആർ ലൈറ്റും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു അവിയൽ പരുവാണ് ആ ഓട്ടോ അടിച്ചു കഴിഞ്ഞാൽ എൻഹാൻസ് ആവുന്നത്. അപ്പോൾ ഡാർക്ക് ഫോട്ടോസൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ബാക്ക് അടിക്കാനായിട്ട് ഏറ്റവും ടോപ്പിലാണ് ഒരു വളഞ്ഞ് കർവ്ഡായിട്ടുള്ള ടൂൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വരാം. ഇനി നെക്സ്റ്റ് ടൂളൊന്ന് നോക്കാം, നമ്മുടെ ലൈറ്റ്. അപ്പോൾ ലൈറ്റിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ലൈറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. എക്സ്പോഷർ, കൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോസ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും. നിങ്ങൾക്കിതൊന്നും അറിയില്ലെങ്കിൽ സിമ്പിളാണ്, ജസ്റ്റ് ഒരു ഫോട്ടോ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ആൻഡ് ഇതൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കുറച്ച് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡാർക്ക് ടൂണിലേക്കാണ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡാർക്ക് ടൂണിലേക്ക് ഏതൊരു ഫോട്ടോ സെറ്റ് ചെയ്യണമെങ്കിലും ബ്ലാക്ക് ഡൗൺ ആക്കുക, വൈറ്റ് ഡൗൺ ആക്കുക, ആൻഡ് കൺട്രാസ്റ്റ് കൂട്ടുക, ആൾസോ ഹൈലൈറ്റും ആൻഡ് എക്സ്പോഷർ അതിനനുസരിച്ചൊന്ന് ഡൗൺ ആക്കിയാൽ ഏതൊരു ഫോട്ടോയെ നമുക്ക് ബ്ലാക്ക് ടൂണിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിലൊരു ഓപ്ഷൻ കണ്ട് നിങ്ങൾ കർവ്, അതൊരു അടിപൊളി സാധനമാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റ് കണ്ടീഷനിലുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ആ കർവിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം കർവിൽ ഒരുപാട് ഓപ്ഷൻസ് RGB കളേഴ്സൊക്കെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ കർവിലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഒരു 50+ ലൈക്ക് ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 50-ൽ കൂടുതൽ ലൈക്ക് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് സെറ്റപ്പ് ചെയ്യുക. കാരണം കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ വീഡിയോ ചെയ്യാൻ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതാണ് കർവ്. നിങ്ങൾക്കിപ്പോൾ കർവിൽ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഒരു ഗ്രാഫാണ്, ആ ഗ്രാഫിനെ താഴ്ത്തി മുകളിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. കർവിലൊരു നോളജ് ഇല്ലെങ്കിൽ എൻറ്റയർലി പണി പോളും. സോ നമ്മൾ RGBയിൽ ബ്ലൂവിൽ വന്നിട്ട് ബ്ലൂവിനൊന്ന് ഡൗൺ ആക്കി. അപ്പോൾ പച്ച എറിച്ച് നിൽക്കുന്നുണ്ടല്ലേ. സോ ആ പച്ചയിൽ നമുക്ക് ഒരു മൂടി ടൂണ് ഫിക്സ് ചെയ്യും. അതാണ് നമ്മുടെ അടുത്ത പ്ലാന്. അപ്പോൾ നെക്സ്റ്റ് അപ്പോൾ ലൈറ്റിൻ്റെ സംഭവങ്ങൾ സെറ്റപ്പൊക്കെ റെഡിയായി. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിളാണ്. അടുത്തത് കളർ ടെമ്പറേച്ചർ, ടിൻറ്റ്. അപ്പോൾ ഏതൊരു എഡിറ്ററും ഇപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ഏത് എഡിറ്ററാണ് ഉപയോഗിക്കുന്നത് അതിലുള്ള സെയിം സംഭവങ്ങൾ മാത്രം. വൈബ്രൻസ്, സാച്ചുറേഷനൊക്കെ എന്താണെന്ന് അറിയില്ല, കുറച്ച് കളർ കൂട്ടുക കുറയ്ക്കുക, ആ ഒരു പരിപാടി മാത്രം സാച്ചുറേഷനിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മിക്സറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മിക്സിൻ്റെ താഴത്ത് ഒരു ഫില്ലറിൻ്റെ ഓപ്ഷൻ കണ്ടത് നിങ്ങൾ, അതെന്താണെന്ന് നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് നമ്മളെ ഫോട്ടോയിൽ ഏത് കളറിലാണോ ആ ഒരു കളറിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. ഫോട്ടോയിൽ ഏതെങ്കിലും കളറിൻ്റെ മുകളിൽ ഈ ഒരു സംഭവം കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതിൻ്റെ കൺട്രാസ്റ്റ് കളറിൽ ഫോട്ടോ മൊത്തത്തിൽ ഡൂൺ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു പച്ചയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഒരു നീല കളറിൽ ഫോട്ടോ ടൂൺ ചെയ്യും. അതുപോലെ തന്നെ വൈറ്റിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളറിൽ ഫോട്ടോ ടൂൺ ചെയ്യും. അതാണ് അതിൻ്റെ പരിപാടി. നെക്സ്റ്റ് നമ്മൾ മിക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാ കളറും കൊണ്ട് ഒരു അലുവപ്പീഡിയ. ഇതാണ് നമ്മുടെ HSL അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഹ്യൂജ്, സാച്ചുറേഷൻ, ലൂമിനൻസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ വിബ്ജിയോറുള്ള മഴവില്ലിലുള്ള എല്ലാ കളറിനെയും നമുക്ക് സാച്ചുറേഷൻ കൂട്ടി കുറച്ച് ലൂമിനൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോയെ ഒരു നെക്സ്റ്റ് മൂഡി ഫീലിലേക്ക് വരുത്താനുള്ള ഒരു സംഭവം ഇതിലുണ്ട്. അപ്പോൾ കുറച്ചമ്മയോടെ നമുക്ക് എല്ലാ ടൈപ്പ് ഫോട്ടോസ് എടുത്തതിലൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഫോട്ടോയിൽ കുറച്ച് ഡൗൺ ആക്കണം. സോ യെല്ലോ കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ മുന്നേ നമുക്ക് പച്ചയിലെ ഹ്യൂ കുറച്ച് കൂട്ടിയിടുക, കുറച്ച് ഡാർക്ക് കൂട്ടിയിടുക. അതുപോലെ തന്നെ ലൂമിനൻസ് ഒന്ന് കുറയ്ക്കുക. പിന്നെ യെല്ലോ കളേഴ്സിൽ വരികയാണെങ്കിലും ഹ്യൂ കൂട്ടിയിട്ട് യെല്ലോ കുറച്ചൊന്ന് ഡൗൺ ആക്കി, സാച്ചുറേഷൻ ഒന്ന് ഡൗൺ ആക്കി വയ്ക്കുക. അതുപോലെ തന്നെ ലൂമിനൻസ് ഡൗൺ ആക്കി വെച്ചാൽ ഒരു ഡാർക്ക് ടൂൺ ഇപ്പം തന്നെ അതിൽ ഫിക്സ് ആയല്ലോ അല്ലേ. ബാക്കി കളേഴ്സൊന്നും ഇല്ല. ഇപ്പോൾ ഈ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ആകെ ഒരു പച്ചയും ഒരു
ഒരു മഞ്ഞ കളറിലോ വേണമെങ്കിൽ നമുക്ക് ഓറഞ്ചിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓറഞ്ചിനെ വിട്ട് കളിച്ച് നമ്മൾ ഡീറ്റെയിൽസിൽ വരികയാണെങ്കിൽ ഫോട്ടോൻ്റെ ഷാർപ്പനിങ്, നോയ്സ് ക്ലിയർ ആവും. കുറച്ചുകൂടി കുത്തുള്ള ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ആ നോയ്സ് റിഡക്ഷൻസ് ഒന്ന് കൂട്ടിയിട്ട് ഫോട്ടോ നല്ല സ്മൂത്താവും, നല്ല ഫ്ലോയിൽ കിട്ടാനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫോട്ടോയിൽ ക്രിസ്പ് കൂട്ടാനോ ഒന്ന് ഷാർപ്നെസ് കൂട്ടിയിടാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അടുത്തത് ഒപ്റ്റിക്സ്. ഒരു ബിഗിനറെ സംബന്ധിച്ച് ഈ ഒരു ടൂള് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമല്ല. ചില ഫോട്ടോയിൽ മാത്രമേ ഈ ഒപ്റ്റിക്സ് എനേബിൾ ചെയ്താൽ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നെക്സ്റ്റ് ജോമെട്രി. നമ്മളെ ഫോട്ടോഷോപ്പ് എന്ന് വേണ്ട എന്ത് പിക്സാർട്ടിലൊക്കെ നമ്മൾ ഫ്രീ ട്രാൻസ്ഫോം ചെയ്യുമല്ലോ, ഫ്രീ ട്രാൻസ്ഫോം, റാപ്പ്, ആ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ജോമെട്രി. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെലക്റ്റീവിൻ്റെ കൂടെ പറഞ്ഞ പോലെ തന്നെ അതും ഒരു പെയ്ഡ് ഓപ്ഷനാണ്. സോ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് പ്രീസെറ്റ്. അപ്പോൾ പ്രീസെറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോട്ടോസിനും ലൈറ്റ് റൂമിൽ അവർ എഡിറ്റ് ചെയ്യുന്നതല്ല, ഓൾറെഡി സെറ്റ് ചെയ്ത പ്രീസെറ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. ഡിഫോൾട്ടായിട്ട് തന്നെ ലൈറ്റ് റൂമിൽ ഒരുപാട് പ്രീസെറ്റുകൾ അവർ ഡിഫോൾട്ട് തന്നിട്ടുണ്ട്. അതായത് കളർ, ക്രിയേറ്റീവ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കർവ്, ഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രീസെറ്റ് ഡിഫോൾട്ട് അതിലുണ്ട്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രീസെറ്റ് വേറെ ലെവലിൽ ത്രില്ലിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീസെറ്റിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കസ്റ്റമൈസ് ആയിട്ടായിരിക്കും പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പ്രീസെറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആദ്യമുള്ള ഫോട്ടോ. ഇതിപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്ത ഫോട്ടോ. ഈ രണ്ട് ഫോട്ടോ നമ്മൾ വ്യത്യാസം കണ്ടില്ല. ഫസ്റ്റ് ഫോട്ടോ ഓവർലാ, അതായത് നമ്മൾ ട്യൂൺ ചെയ്ത് എൻ്റയർലി ഡിഫറെൻ്റ് ആയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയുടെ ട്യൂൺ നമുക്ക് ഇതുപോലൊരു വേറെ ഫോട്ടോ എടുത്തു. അപ്പോൾ നമുക്ക് ട്യൂൺ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട. ഓൾറെഡി ഈ ഒരു ഇപ്പം മാറ്റിയ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമുക്കൊരു പ്രീ സെറ്റായിട്ട്, അതായത് മുന്നേ സെറ്റായിട്ട് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. അതായത് ഈ ഫോട്ടോയുടെ സെയിം എഫക്റ്റ് നമുക്ക് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ വേറൊരു ഫോട്ടോയിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്ത പരിപാടി ഒന്നും ചെയ്യേണ്ട, നേരെ പ്രീസെറ്റ് എടുക്കുക, കോപ്പി ചെയ്യുക, അതുപോലെ തന്നെ ഏത് ഫോട്ടോയിലാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുക. ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ എല്ലായിടത്തും നോക്കിയാൽ എല്ലാവരും എടുത്ത് ചെയ്യുന്നത്. കാരണം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ പ്രീസെറ്റ് ഇങ്ങനെ ലീക്ക് അടിക്കും, അതെടുക്കുക, അത് നേരെ കയറ്റിയിട്ട് അപ്ലൈ ചെയ്യും. നമുക്ക് പ്രീസെറ്റ് ഉണ്ടാക്കാൻ പഠിക്കും. ഒരുപാട് പ്രീസെറ്റ് വീഡിയോകൾ ഓൺ ദ വേ ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഒട്ടുമിക്ക എല്ലാ ടൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തെന്നുള്ള ചെറിയൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒരു മെൻഷൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരാം. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും താഴത്തെ കമൻറ്റിൽ ചെയ്യണം. അപ്പോൾ ഒരു പ്രോ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു വീഡിയോ കാണാനുണ്ടെങ്കിൽ പക്ക മണ്ടത്തരായിട്ട് അവന് തോന്നും. അപ്പോൾ ഈ പ്രോ ആയിട്ടുള്ള ഏതെങ്കിലും അച്ഛന്മാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പക്ക മണ്ടത്തരായിട്ട് തോന്നും. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈറ്റ് റൂമിൻ്റെ തറ എന്ന് വേണേൽ പറയാൻ പറ്റും. അപ്പോൾ ലൈറ്റ് റൂമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ക്രിയേറ്റീവ്, ഗെറ്റ് സിംപ്ലിഫൈഡ് ബൈ സബ്സ്ക്രൈബിങ്. ബി സിമ്പിൾ.